Raj, Consultant Pediatrician, MTMO Mission Hospital, Barnikav. മാർച്ച് 16 നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേ അടുത്തു നിൽക്കെ IAP അഥവാ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് അഡീഷണൽ വാക്സിൻസിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായും രണ്ട് തരം വാക്സിനേഷൻ ഷെഡ്യൂളുകളാണ് യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒന്ന് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, അതായത് നമ്മുടെ ഗവൺമെന്റ് അനുവദിക്കുന്ന നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ബേസിക് ലൈഫ് ത്രെട്ടനിങ് ഡിസീസുകൾക്കെതിരായിട്ടാണ് ഈ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നത്. അത് നിർബന്ധമായും എല്ലാവരും ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് എടുക്കേണ്ട വാക്സിനാണ്. ഇത് സൗജന്യമാണ്, അതായത് ഗവൺമെന്റ് ആശുപത്രിയിൽ സൗജന്യമായി കൊടുക്കുന്ന വാക്സിനാണ് ഈ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനകത്തുള്ള വാക്സിനേഷൻ. രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിനേഷൻ ഷെഡ്യൂൾ. അതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളുള്ള എല്ലാ മരുന്നുകളും വരുന്നുണ്ട്, എല്ലാ വാക്സിൻസും വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് അസുഖങ്ങൾ കവർ ചെയ്യത്തക്ക രീതിയിലുള്ള വാക്സിനേഷൻസും ഉണ്ട്. അതേപോലെ തന്നെ ഓപ്ഷനായിട്ട് എടുക്കേണ്ട കുറച്ച് വാക്സിൻസും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സിന്റെ വാക്സിനേഷൻ ഷെഡ്യൂളിനകത്ത് പറയും. ഈ ഷെഡ്യൂളിൽ ഈ അഡീഷണൽ വാക്സിൻസ് അല്ലാതെ ഓപ്ഷണലായിട്ട് എടുക്കേണ്ട ഹൈ റിസ്ക് ഏരിയയിൽ എടുക്കേണ്ടതായിട്ടുള്ള വാക്സിൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. അത് പ്രധാനമായിട്ടും 3 എണ്ണമാണുള്ളത്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ JE വാക്സിൻ, മെനിഞ്ചോകോക്കൽ വാക്സിൻ, കോളറ വാക്സിൻ. ഈ 3 വാക്സിനാണ് ഓപ്ഷണൽ വാക്സിനായിട്ട് IAP ഷെഡ്യൂളിനകത്ത് പറയുന്നത്. IAP വാക്സിനേഷൻ ഷെഡ്യൂളിലുള്ള അഡീഷണൽ വാക്സിൻസ് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ അഡീഷണൽ വാക്സിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഗവൺമെന്റിൽ ഇല്ലാത്ത വാക്സിനാണ്. നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ പോയി പേ ചെയ്ത് എടുക്കേണ്ട വാക്സിൻസ് ആണ് ഈ അഡീഷണൽ വാക്സിൻസ് എല്ലാം. അത് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് എന്ന് പറയുമ്പോഴത്തേക്ക് MMR വാക്സിൻ, 2 ടൈഫോയിഡ് കോൺജുഗേറ്റ് വാക്സിൻ, 3 ഇൻഫ്ലുവൻസ വാക്സിൻ, 4 വേരിസെല്ല വാക്സിൻ, 5 ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻ, 6 ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലെങ്കിൽ HPV വാക്സിൻ. IAP വാക്സിനേഷൻ ഷെഡ്യൂളിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ കവർ ചെയ്യാത്ത പല അസുഖങ്ങളും നമ്മുടെ IAP വാക്സിനേഷൻ ഷെഡ്യൂളിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് മംസ്, ഇൻഫ്ലുവൻസ പനി, ഹെപ്പറ്റൈറ്റിസ് A പനി, ഇവയ്ക്കെതിരെ എല്ലാമായിട്ടുള്ള വാക്സിനേഷൻസ് നമ്മുടെ IAP ഷെഡ്യൂളിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അന്നേരം എത്രയും പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഒരു പീഡിയാട്രിഷ്യനെ കണ്ടതിന് ശേഷം IAP ഷെഡ്യൂളിലുള്ള വാക്സിനേഷൻ എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും.